എല്ലാവർക്കും ഫുഡ് ബോക്സ് ഫുഡ് റെസിപ്പിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ശരിക്കും ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതല്ല. എന്നാൽ ഇവിടെ കുഞ്ഞ് അവന് ബ്രോസ്റ്റഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഒരു 8 പീസ് ചിക്കൻ വലിയതായിട്ട് മുറിച്ച് എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി അതിനെ ഞാൻ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ബട്ടർ മിൽക്കിലാണ് ഇത് മാരിനേറ്റ് ചെയ്തത്. ബട്ടർ മിൽക്ക് ഞാൻ ആദ്യം പാലെടുത്തു. പാലിനകത്ത് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു. ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതിലോട്ട് കുറച്ച് മാരിനേഷൻ ചെയ്യണമായിരുന്നു. അതിനകത്ത് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ 3 പച്ചമുളക് ചതച്ചത്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, ഒരു 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ബട്ടർ മിൽക്കിൽ മിക്സ് ചെയ്തിട്ട് അത് ചിക്കനിലോട്ട് ഒഴിച്ച് അതിനെ സോക്ക് ചെയ്ത് ഓവർനൈറ്റ് വെച്ചതാണിത്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഞാൻ എടുത്തു അത് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയ്ക്കകത്തോട്ട് ഞാൻ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഞാൻ വൈറ്റ് പെപ്പർ പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂണും ഗാർലിക് പൗഡർ ഒരു ടീസ്പൂണും പിന്നെ പാപ്രിക്ക പൗഡർ ഒരു 2 ടേബിൾ സ്പൂണും പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ ഞാൻ 1 ടീസ്പൂണും, അതുപോലെ ഞാൻ ഒണിയൻ പൗഡർ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഒണിയൻ പൗഡറും കൂടെ ചേർത്തത്. ഒണിയൻ പൗഡർ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണും ചേർത്തു. ഉപ്പും ചേർത്തു. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച മിക്സാണ് ഇത്. അപ്പോൾ ഞാൻ പാനിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഞാൻ ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. എണ്ണ നല്ലതായിട്ട് ചൂടാവട്ടെ. ആ സമയത്ത് നമുക്കിത് ചിക്കനിന് ഒരു കോട്ടിംഗ് ഒക്കെ കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഇതിലോട്ട് മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളം വേണം. നല്ല തണുത്ത വെള്ളം നമുക്ക് അത്യാവശ്യമാണ്, അത് വേണം. അതിലോട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് മുക്കി കൊടുക്കണം. അത്രയും മതി. എന്നിട്ട് അതിനെ എടുത്തിട്ട് വീണ്ടും നമ്മളത് കോട്ട് ചെയ്യണം. അപ്പം അടുത്തത് ഞാൻ വീണ്ടും എടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒന്ന് കോട്ട് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഇതിനകത്തോട്ട് ഐസിലോട്ട് ഇടുന്നു. അപ്പോൾ ആദ്യം ഇട്ടത് നമുക്ക് എടുക്കാം. എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിനെ കോട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. എങ്കിൽ അതിൻ്റെ കറക്റ്റ് നമുക്ക് KFCയുടെ സ്റ്റൈലിൽ നമുക്ക് കിട്ടും. അടുത്തത് ഞാൻ എടുത്തു. വീണ്ടും നമുക്ക് ഇത് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ 4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്ത പീസും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് പോവാം. അപ്പോൾ ഇതിനെ നല്ലതായിട്ടൊന്ന് ഇത് ചെയ്തിട്ട് ഒന്ന് കുടയണം. ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് അതിനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി അത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നമുക്കത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം. ഇത് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം ഞാനിതിനെ കോരിയെടുക്കുകയാണ്. അപ്പം അടുത്ത ഒരു സെറ്റും കൂടി ഇടാനുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഇവിടെ നമ്മുടെ KFC സ്റ്റൈൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.